C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. നിനക്ക് പോയപ്പോ അമ്മയെ കൂടി വിളിക്കാൻ മേലായിരുന്നു. അമ്മ ഞാൻ വിളിക്കണമെന്ന് ആദ്യം വിചാരിച്ചു, പിന്നെ വിചാരിച്ചു ഇന്നത്തെ ദിവസം ഒറ്റയ്ക്ക് പോയേക്കാന്ന്. ഇന്നത്തെ ദിവസത്തിന് എന്താ പ്രത്യേകത? അമ്മ മരിച്ചതിന്റെ ഓർമ്മ ദിവസം. അയ്യോ സോറി ബേട്ടി, അമ്മ ഇത് അറിഞ്ഞില്ല കേട്ടോ. ഈശ്വര, അമ്മയുടെ പേരിൽ എനിക്ക് കള്ളം പറയേണ്ടി വന്നില്ല. ആ നേരത്തെ നാവിൽ അങ്ങനെ വന്നുപോയി. സോറി അമ്മ, എന്നോട് ക്ഷമിക്കണേ. മനഃപൂർവ്വം ഞാനങ്ങനെ പറഞ്ഞതല്ല. ഇന്ന് അമ്മയുടെ ഓർമ്മ ദിവസം അല്ലാന്ന് എനിക്കറിയാം. അബദ്ധത്തിൽ അങ്ങനെ പറഞ്ഞു പോയതാ. ജ്യോതി, DK ഇതുവരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. അതെന്താ കഴിക്കാത്തെ? നീ വിളമ്പി കൊടുത്താലേ കഴിക്കുമെന്ന് പറഞ്ഞ് വാശി പിടിച്ചിരിക്കുക. ഇത്രയും നേരം നീ വരുന്നതും കാത്ത് പത്രവും വായിച്ച് ഇവിടെ തന്നെ ഇരിക്കുമായിരുന്നു. കാത്തിരുന്ന് മടുത്തപ്പോഴാ മുകളിലേക്ക് പോയത്. നിന്റെ ഒരു ഭാഗ്യം. ഇത്രയും സ്നേഹമുള്ളൊരു ഭർത്താവിനെ കിട്ടാൻ ഏതു പെണ്ണും കൊതിക്കും. ഇവളെന്തോ മായാജാലം കാണിച്ചിട്ടുണ്ടെന്നാ എനിക്ക് തോന്നുന്നു. താര പറഞ്ഞത് ശരിയാ, ഞാനൊരു മായാജാലം. ഈ മാജിക് വേറെയാ മോളെ. എന്നാ നീ പറയേ, ഞങ്ങള് ഞങ്ങളുടെ ഭർത്താക്കന്മാരോടും അതൊന്ന് പ്രയോഗിക്കണ്ടേ? അപ്പോ അവർക്ക് ഞങ്ങളോടുള്ള സ്നേഹവും കൂടുമല്ലോ. നിങ്ങൾ എന്തിനാ ഇവിടെ ചോദ്യം ചെയ്യുന്നേ? ജ്യോതി, ഇവരുടെ കളിക്ക് നിൽക്കാതെ നീ DKയുടെ അടുത്തേക്ക് ചെല്ലും. അത് പറ്റത്തില്ല. ആ മാജിക് എന്താന്ന് പറഞ്ഞിട്ടങ്ങ് പോയാ മതി. സ്നേഹം, കളങ്കമില്ലാത്ത സ്നേഹം. നമ്മുടെ നെഞ്ചിലിരുന്ന് ഒരരുവി പോലെ സ്നേഹം ഇങ്ങനെ ഒഴുകി ഇറങ്ങണം. നല്ല പാൽമധുരമുള്ള സ്നേഹം. എന്നിട്ട് അതിങ്ങനെ നമ്മുടെ ഹൃദയത്തിൽ നിന്നും ഭർത്താക്കന്മാരുടെ ഹൃദയത്തിലേക്ക് ഒരു കാന്തിക തരംഗം പോലെ പ്രവഹിക്കണം. എങ്ങനെ കാന്തിക തരംഗം പോലെ പ്രവഹിക്കണം. ഏത് നിമിഷവും ഭർത്താക്കന്മാരുടെ ഹൃദയം നമുക്ക് വേണ്ടി തുടിക്കണം. അതിനാദ്യം കളങ്കമില്ലാത്ത പ്രണയം വേണം. അപ്പൊ നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ ഹൃദയങ്ങൾ ഏത് നിമിഷവും നിങ്ങളുടെ പേരുകൾ മാത്രമേ മന്ത്രിക്കുള്ളൂ. ഇപ്പൊ കാര്യം മനസ്സിലായില്ലേ? ഇതാണ് ആ മാജിക്. അപ്പൊ ഞാൻ പോട്ടെ. എന്താടി, ഇങ്ങനെയൊക്കെ സ്നേഹിക്കാൻ പറ്റോ? പറ്റുമായിരിക്കും. അവള് പറഞ്ഞത് സത്യം. സ്നേഹം കൊണ്ട് മാത്രമേ ഭർത്താക്കന്മാരെ കീഴടക്കാൻ പറ്റൂ. മോളെ, എന്താ മോളെ, നിനക്ക് വല്ല വല്ലായികയുണ്ടോ? എനിക്കൊരു കുഴപ്പമില്ലമ്മേ. പിന്നെ നിനക്ക് എന്താ ഒരു ടെൻഷൻ? നീ എന്തിനാ ഓഫീസിൽ അവനോടൊപ്പം ചെല്ലാന്ന് പറഞ്ഞത്? അർജുനോട് സൂക്ഷിച്ച് വണ്ടി ഓടിക്കണമെന്നൊക്കെ പറഞ്ഞത്? അവര് നിന്നെ കളിയാക്കി ചിരിച്ചോണ്ടിരിക്കുക. അമ്മയ്ക്ക് എങ്ങനെയാ എന്നെ കളിയാക്കി ചിരിക്കാൻ തോന്നുന്നുണ്ടോ? നോ 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 നോ, അമ്മയ്ക്ക് അങ്ങനെ ഒരു തോന്നലുമില്ല. നീ അങ്ങനെ വെറുതെ ഒരു കാര്യവും പറയുകയോ ചെയ്യില്ലെന്ന് അമ്മയ്ക്ക് അറിഞ്ഞുകൂടെ? നിന്റെ ഭർത്താവിന്റെ സേഫ്റ്റിക്ക് വേണ്ടി നീ എന്ത് ചെയ്താലും ഈ അമ്മയ്ക്ക് സന്തോഷമേ ഉള്ളൂ. ഞാൻ പിന്നെ ആ ജോലിസിനെ വിളിച്ചായിരുന്നു. എന്നിട്ട് ജോത്സ്യം വല്ലതും പറഞ്ഞോ? പറഞ്ഞു. നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഇപ്പോ വളരെ നല്ല സമയമാണ് തന്നെയാ പറഞ്ഞത്. പിന്നെ ചെറിയൊരു ശത്രുദോഷം ഉണ്ടെന്ന് പറഞ്ഞു. അതിന് നരസിംഹസ്വാമിയെ തൊഴാൻ പറഞ്ഞു. അതിന് ഇവിടെ എവിടെയാ നരസിംഹസ്വാമി ക്ഷേത്രം ഉള്ളത്? ഇവിടെ ഇല്ല. നമുക്കേ നരസിംഹസ്വാമിയെ തൊഴാൻ പോണ്ടതേ വേറൊരു സ്ഥലത്താ. അതെവിടെയാ? നരസിംഹ അവതാരത്തെ പൂർണ്ണമായ ഭാവത്തോടും ശക്തിയോടും കൂടെ ഭഗവാൻ നാരായണൻ കുടികൊള്ളുന്ന ആനയടിയത്തെ ദേശത്ത്. അവിടെ നമുക്ക് പോകേണ്ടത്. അവിടെ പോയി
നരസിംഹസ്വാമിയെ തൊഴുതാൽ സകല ചതുർദോഷവും മാറും അത്രേ. പോണം, നമുക്ക് എത്രയും പെട്ടെന്ന് അവിടെ പോണം. ഏട്ടന് വേണ്ടി വഴിപാടുകളും പൂജകളും നടത്തണം. നരസിംഹ മന്ത്രം രാവിലെയും വൈകുന്നേരമേ 21 പ്രാവശ്യം ജപിക്കണമെന്നാ ജ്യോതിഷര് പറഞ്ഞത്. ഇന്നു മുതൽ ഞാൻ നരസിംഹ മന്ത്രം ജപിച്ചു തുടങ്ങാം. എൻ്റെ ഏട്ടനും നമ്മുടെ ഈ കുടുംബത്തിലെ ആർക്കും ഒരബദ്ധം വരാതിരിക്കാൻ ഞാൻ എൻ്റെ പ്രാണം വെടിയാൻ വരെ തയ്യാറാ. അവിനാശ് മരിച്ചതോടെ ശത്രുക്കളൊക്കെ പോയില്ലേ? ദേ ഇനി പേടിക്കാനില്ല. എല്ലാത്തിനെയും ചുട്ട് ചാമ്പലാക്കി നിന്റെ അമരാവതിയുടെ അടിത്തറ ഇളക്കിയിട്ടേ ഞാൻ പോവും. അങ്ങനെ വിചാരിച്ചിരിക്കാൻ പറ്റുമോ? ശത്രു ഏത് ഭാവത്തിൽ എപ്പോഴാ വരാന്നൊന്നും പറയാൻ പറ്റില്ല അമ്മ. ഈ കുടുംബത്തിന്റെ രക്ഷയേക്കാൾ വലുതായി എനിക്കൊന്നുമില്ല അമ്മ. അതിനിപ്പോ എന്താ പ്രശ്നം? ഒരു പ്രശ്നവും ഇല്ല. അതെ, നീ വന്നിട്ട് ഫുഡൊന്നും കഴിച്ചില്ലല്ലോ. കമോൺ ബേട്ടി, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. അമ്മ ചെല്ല്, ഞാൻ വന്നോളാം. ഓക്കെ ബേട്ടി. എന്റെ നരസിംഹസ്വാമി, എന്റെ ഏട്ടനെയും ഈ കുടുംബത്തെയും ഒരു പോറല് പോലും ഏൽക്കാതെ കാത്തോണേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.